ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എങ്ങനെയാണ് ഒരു ടേബിൾ ഉണ്ടാക്കണതെന്നാണ്. അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് ടേബിൾ ടാഗ് പറഞ്ഞിടുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ടീ ഹെഡ് ഇടുക. പിന്നെ അതിൻ്റെ താഴെ ടീ ബോർഡ് ഇടുക. എന്നിട്ട് ടീ ഹെഡിൻ്റെ അകത്ത് ഒരു ടി ആർ ടാഗ് ഇടുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ടി എച്ച് ടാഗ് പറഞ്ഞിടുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ഐ ഡി അങ്ങനെ ഹെഡേഴ്സ് ഇടില്ലേ, ഹെഡേഴ്സിനാട്ടോ ഹെഡ്, അതിനാണ് ഹെഡിന് പേരോട് തന്നെ. നമുക്ക് എന്തായാലും കോപ്പി ചെയ്യാം. എന്നിട്ട് ഓരോന്നായിട്ടിടാം. ഇനി ഇതിൻ്റെ അകത്ത് നെയിമിടാം. ഇതിൻ്റെ അകത്ത് ഇമെയിലിടാം. ഇനി ഇതിൻ്റെ അകത്ത് പിൻകോഡ് ഇടാം. ഇനി നമുക്ക് ടീ ബോഡിയിലാണ് കേട്ടോ. ഇനി ടീ ബോഡിയിൽ പോയിട്ട് ആദ്യം ഒരു ടി ആർ ടാഗ് ഇടാം. അതിൻ്റെ അകത്ത് ടി ഡി ടാഗ് ഇടാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ടി ഡിയുടെ അകത്താണ് ടൈപ്പ് നോക്കാം. ടി ഡി ടാഗിൻ്റെ ഉള്ളിൽ ഫോർ എക്സാമ്പിൾ ജോൺ ഐ ഡിയുടെ അകത്ത് 1 എന്ന് വരട്ടെ. ഐ ഡിയുടെ അകത്ത് 1 എന്ന് വന്നിട്ട് നെയിമിൻ്റെ അകത്ത് ജോൺ എക്സാമ്പിൾ ഇടാം. എന്നിട്ട് നമുക്കൊരു ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. ഇമെയിൽ അഡ്രസ്സും തൊട്ട് കൊടുക്കട്ടെ. john@gmail.com. നേരത്തെ പറഞ്ഞോളാം, നിങ്ങളങ്ങനെ അവർക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് തെറിയായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് പിൻകോഡ് ഇടാം. ടി ഡി ടാഗ് പറഞ്ഞിട്ടിട്ട് ഒരു പിൻകോഡ് ഇടാം. ഞാനിപ്പോൾ വെറുതെ നമ്പേഴ്സാണല്ലോ പിൻകോഡ്. എന്നിട്ട് ഇനി ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ടേബിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, കുറച്ച് വ്യത്യാസം ലൈനൊക്കെ ഉണ്ടാവില്ലേ. അതിന് ബോർഡർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിടാം 1. എന്നിട്ട് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈനൊക്കെ വന്നു. പിന്നെ വിഡ്ത്ത് 100%. താഴെ ചേർത്തിട്ടാണ് ഞാൻ തോന്നുന്നത്. ചിലപ്പോൾ കളർ മാത്രം ഉണ്ടാവും. സെൽഫ് പാഡിങ് equals 10. Cell spacing എന്ന് പറയണ ആ ഗ്യാപ്പുകൾ കൂട്ടാനാട്ടോ സെൽഫ് സ്പേസിങ് ഒക്കെ.
ഇതിൻ്റെ അകത്ത് ഞാൻ വെറുതെ 10 എന്നിട്ടാണ്. പിന്നെ ഇതിൻ്റെ പ്രശ്നം എനിക്ക് ഈക്വൽ ടു ഇട്ടില്ല. ദാറ്റ് ഇസ് ഇപ്പോൾ ഇത് റിഫ്രഷ് ചെയ്ത് ഇങ്ങനെ ഈ സ്പേസിങ് കുറച്ചിട്ട് 1 എന്നിട്ട് കഴിഞ്ഞാൽ കുറഞ്ഞില്ലേ. ഓക്കെ, ഇത്ര ഉള്ള ഈ വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ.